الأبصار. اللهم صل وسلم على محمد وعلى آل محمد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. السلام عليكم ورحمة الله وبركاته. നമ്മൾ 10 ആയത്താണ് എടുത്തത്. സൂറത്ത് തവാബ് 11 മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്. ഒന്ന് ഓതിയിട്ട് തുടങ്ങാൻ. أعوذ بالله من الشيطان الرجيم. ما أصاب من مصيبة إلا بإذن الله. ومن يؤمن بالله يهد قلبه. والله بكل شيء عليم. وأطيعوا الله وأطيعوا الرسول. فإن توليتم فإنما على رسولنا البلاغ المبين. الله لا إله إلا هو. وعلى الله فليتوكل المؤمنون. അതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചത് പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, അത് നഷ്ടം വെളിപ്പെടുന്ന തഗാബുനിൻ്റെ ദിവസമാണ്. അന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അവരുടെ പാപങ്ങൾ, തിന്മകൾ അല്ലാഹു പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവരത് സ്ഥിരവാസികളാകും. അതാകുന്ന മഹത്തായ വിജയം. എന്നാൽ നിഷേധിക്കുകയും കളവാക്കുകയും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയൊക്കെ ചെയ്ത ആളുകൾ അവർ നരകാവകാശികളാകുന്നു. അവരതിൽ സ്ഥിരവാസക്കാരായിരിക്കും. അതേറ്റവും മോശമായ ഒരു മടക്കസ്ഥാനമാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ആയത്തുകളിൽ, ഇപ്പം നമ്മൾ ഓതി വെച്ച ആയത്തുകളിൽ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു കാര്യങ്ങളെ അവൻ്റെ ഉദ്ദേശ്യത്തിനും ഖദറിനും അനുസരിച്ച് നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും മുസീബത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ കാര്യങ്ങൾ മനുഷ്യന് നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹു വച്ച ഒരു വ്യവസ്ഥയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും അത് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചെയ്യുന്ന കാരുണ്യത്തെക്കുറിച്ചും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ പറയണം, മാ അസ്വാബ, ബാധിച്ചിട്ടില്ല അഥവാ ബാധിക്കുകയില്ല, മുസീബത്തിൻ, ഒരു മുസീബത്തും. ഒരു കാര്യം നിഷേധിച്ച് പറയുമ്പോൾ ഒരു ഇസ്മിൻ്റെ മുന്നിൽ മിൻ എന്ന് ചേർത്ത് പറഞ്ഞാൽ അതിൽ പെട്ട ഒന്നും ഇല്ല എന്നുള്ള അർത്ഥമാണ് കിട്ടുക. മാ അസ്വാബ മിൻ മുസീബത്തിൻ, യാതൊരു നിലക്കുള്ള ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ. ഇത് എന്ന് പറഞ്ഞാൽ അനുമതി, ഉത്തരവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയതല്ലാതെ, അള്ളാഹു നേരത്തെ ഉദ്ദേശിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു ദോഷബാധയും ആരെയും ബാധിക്കുന്നില്ല. അപ്പം ആർക്കെന്ത് അനുഭവങ്ങളുണ്ട്, അതായത് ദോഷത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നന്മ ബാധിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്തൊരു കാര്യവും ഇവിടെ സംഭവിക്കുന്നത് അത് മുൻകൂട്ടി അള്ളാഹു തീരുമാനിക്കുകയും
തീരുമാനിക്കുക മാത്രമല്ല രേഖപ്പെടുത്തുകയും ചെയ്തതനുസരിച്ചാണ് എന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകേണ്ടുന്ന വിശ്വാസത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ വിധി ലംഘിച്ചുകൊണ്ടോ അതിനെ മറികടന്നുകൊണ്ടോ എന്തെങ്കിലും സംഭവിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വേറെ പല സ്ഥലത്തും കാണാൻ പറ്റും. ഖുർആനിൽ തന്നെ ഒരു സമൂഹം ഒന്നടങ്കം നിനക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി യോജിച്ച് നിന്നാൽ എന്താണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു വസിയത്തിൽ വിശദമായ ഒരു ഹദീസിൽ പറയുന്ന കാര്യം, അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയ ഒരു നന്മയല്ലാതെ വേറൊന്നും അധികമായി നിനക്ക് ചെയ്തു തരാൻ ആർക്ക് സാധിക്കില്ല. മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ. നേരെ അതിൻ്റെ മറുവശവും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിച്ചാലും അള്ളാഹു നേരത്തെ ഒരാൾക്ക് കണക്കാക്കി രേഖപ്പെടുത്തിയ കതബ എന്നാണ് പറഞ്ഞത്. അയാളുടെ പേരിൽ അള്ളാഹു നേരത്തെ എഴുതിയിട്ടുള്ള, അയാൾക്ക് വിധിച്ചിട്ടുള്ള ഒരു ഉപദ്രവമല്ലാതെ വരുത്താൻ ആരെക്കൊണ്ടും മുഴുവൻ ആളുകൾ ഒന്നിച്ചു നിന്നാലും സാധിക്കുകയില്ല. എന്തൊരു കാര്യവും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത്. ഈ ആശയം കുറച്ചുകൂടി വിശദമായിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഇവിടെ സൂറത്ത് ഹദീദിൽ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസിക്കും, ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തങ്ങളിലാകട്ടെ ഒരു മുസീബത്തും ബാധിച്ചിട്ടില്ല, ഇല്ലാ ഫി കിതാബിൻ, അതൊരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ, മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിൻ്റെ മുമ്പായി അത് ഒരു രേഖയിൽ കൃത്യമായി ഉണ്ടായിട്ടല്ലാതെ, അതായത് അള്ളാഹു അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ദോഷബാധ ഉണ്ടാകുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചാകട്ടെ അത് വളരെ എളുപ്പമുള്ള കാര്യമാകുന്നു. എന്ത് സംഭവിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കലും അതിനുള്ള വ്യവസ്ഥകൾ നിശ്ചയിക്കലും അത് പ്രകാരം അത് നടപ്പാക്കലും ഒക്കെ അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആ ആയത്തിനെ തുടർന്ന് ഇങ്ങനെ അള്ളാഹു വെച്ച ഒരു വ്യവസ്ഥയെക്കുറിച്ച് നമ്മളെ അറിയിക്കുന്നതിൻ്റെ, അത് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ, അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് അള്ളാഹു പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ ഈ സൂറത്ത് ഹദീദിലെ, ലികൈല തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അമിതമായി നിരാശപ്പെടാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഗതി നടന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. അപ്പം അതിനെപ്പറ്റി സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അതൊരു വലിയ വേദനയായി, ഖേദമായി അങ്ങനെ കൊണ്ട് നടക്കാതിരിക്കാൻ. കാരണം എന്താ, അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് അത് നടന്നിട്ടുള്ളതെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ അമിതമായി ദുഃഖിക്കേണ്ട, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെയോ അതിൻ്റെ മറുവശം, വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ. ഒരു ഹൈറ് കിട്ടി, ഒരു ഗുണം സംഭവിച്ചു, അത് എനിക്ക് കിട്ടേണ്ടതന്നെ, ഞാൻ എനിക്ക് പറ്റിയ ആൾ തന്നെയാണ്, അതിൻ്റെ യോഗ്യത കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെ അതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ പേരിൽ വല്ലാതെ സന്തോഷിച്ചു അതിൻ്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കുക, അഹങ്കാരം കാണിക്കുക, വലൈക്കും സ്സലാം, അള്ളാഹിനെ മറന്നു പോവുക, അതിന് നന്ദി കാണിക്കാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കേണ്ട. കാരണം അള്ളാഹ് തീരുമാനിച്ചതുകൊണ്ട് കിട്ടിയതാണ്. അത് വേണ്ടാന്ന് വെക്കാനോ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് തന്നെ ഒരു പരീക്ഷണമാക്കി മാറ്റാനോ ഒക്കെ അള്ളാഹ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടായാൽ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ തിന്മകളിൽ, സുഖദുഃഖങ്ങളിൽ, ഉയർച്ച താഴ്ചകളിൽ അമിതമായ നിലക്കുള്ള വൈകാരികതകൾ ഉണ്ടാകാതിരിക്കാൻ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കൽ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
ആകാശം ഭൂമി ഉണ്ടാക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കണം എന്ന് അള്ളാഹു തീരുമാനിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് കലമാണ്. കലം, പേന. അള്ളാഹു ഇതിനോട് പറഞ്ഞു എഴുതാൻ. അപ്പോൾ പേന വെച്ചാൽ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ അള്ളാഹു അതിന് ബോധം നൽകി എന്താണ് എഴുതേണ്ടത്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളാണ്, ഖദറാണ് എഴുതാൻ പറഞ്ഞത്. അത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ സമയത്ത് അതിന് സംഭവിക്കേണ്ട വ്യവസ്ഥകൾ അള്ളാഹു നിശ്ചയിച്ചില്ല, അതനുസരിച്ച് സംഭവിക്കും. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ, പ്രയാസം വന്നാൽ അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹു ഉദ്ദേശിച്ചതനുസരിച്ച് സംഭവിച്ചതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ ചേർത്ത് അള്ളാഹു പറയണത് വമൻ യുഅ്മിൻ ബില്ലാഹി. അപ്പോൾ അള്ളാഹുവിൽ ആരാണോ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അവൻ്റെ ഹൃദയത്തെ അള്ളാഹു നന്മയിലേക്ക് വഴി കാണിക്കും. അപ്പം ഹിദായത്ത് കിട്ടാൻ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ശരിയായ വിശ്വാസം ഉണ്ടാവുക. ഇത് പൊതുവായിട്ട് തന്നെ അങ്ങനെയാണ്. അതായത് വിശ്വാസമായിട്ട് പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക. അവൻ്റെ മനസ്സിനെ അള്ളാഹു നന്മയിലേക്ക് നയിക്കും. ഈ പ്രത്യേക ഈ പറഞ്ഞ സന്ദർഭമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താവും, അള്ളാഹു ആ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനൊക്കെ അവർക്ക് കൃത്യമായ വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. അപ്പോൾ പൊതുവായിട്ടും ഈ പ്രത്യേക കാര്യമായിട്ട് ബന്ധപ്പെട്ടും രണ്ടും അള്ളാഹുവിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് ഒരു നിലപാടെടുത്താൽ അള്ളാഹു അയാളെ സഹായിക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. സംഭവിച്ച കാര്യത്തെക്കുറിച്ചും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് കാര്യങ്ങളുടെ ഒക്കെ മടക്കം, അതിൻ്റെ ഒക്കെ കൈകാര്യം അള്ളാഹുവിലേക്കാണ് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വെറുതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല. ഈ കാര്യങ്ങളിലൊക്കെ തദ്ബീർ, ഇതിൻ്റെ നിയന്ത്രണം, ഇതിൻ്റെ തദ്ബീർ, ഇത് കണക്കാക്കലൊക്കെ അള്ളാഹുവാണ് എന്നൊരാൾക്ക് ശരിയായ ബോധ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു നിലപാട് അയാൾക്ക് സ്വീകരിക്കാൻ പറ്റും. കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കും. ഇതിന് പരിഹാരം എന്താ? അത് അള്ളാഹ് തന്നെയാണ് പരിഹരിച്ച് തരേണ്ടത്. നമുക്കത് നിശ്ചയിച്ച സബബുകൾ നമ്മൾ എടുക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ട അധ്വാനങ്ങൾ നമ്മൾ ചെയ്യണം. ബാക്കി അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്, വേറെ അങ്ങോട്ടും തിരിയാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളതിനെ സമീപിച്ചാൽ അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു വഴി കാണിക്കും. വേറെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ ദലാലത്തിലാക്കും. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ അവിടെ അതും മനസ്സിലാക്കാൻ. അള്ളാഹു വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കും. ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുക എന്നുള്ളത് ഇങ്ങനെ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. വിശ്വസിക്കാൻ തയ്യാറുള്ളവരെ, അള്ളാഹുവിന് കേടുന്ന തയ്യാറുള്ള അവന് ഹിദായത്ത് കൊടുക്കും. അല്ലാതെ വിശ്വാസത്തിനെതിരെ ധിക്കാരവും നിഷേധമായിട്ട് നിൽക്കുന്ന ആൾ നിർബന്ധിച്ച് അള്ളാഹു ഹിദായത്തിലാക്കൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാകും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത പടിയായിട്ട് ഉണ്ടാകേണ്ട കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് അള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. റസൂല, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ വിശ്വാസം ഉണ്ടാവുക, ആ വിശ്വാസം അനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവുക. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂൽ എന്താണോ നമ്മളോട് കൽപ്പിച്ചത് അത് അംഗീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. നിർബന്ധമായിട്ട് കൽപ്പിച്ചത് നിറവേറ്റുക, പാടില്ല എന്ന് വിലക്കിയതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, പുണ്യാണെന്ന് പഠിപ്പിച്ചത് കഴിയുന്നത്ര നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. ഫഇൻ തവല്ലൈതും, ഇനി നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ചെയ്യേണ്ട കാര്യം ഇതാണ്. ശരിയായ വിശ്വാസം ഉണ്ടാവുക, അതിനനുസരിച്ച അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുള്ള അനുസരണം ഉണ്ടാവുക. അത് ആ മാർഗം സ്വീകരിക്കാതെ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അള്ളാഹ് തന്ന സ്വാതന്ത്ര്യമാണത്. പിന്നെ എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ, ഉദ്ദേശിക്കുന്നവർ നിഷേധിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒമൻ ഷാ ഫല്യുമിൻ ഒമൻ ഷാ ഫല്യക്ഫുർ. അള്ളാഹു ആരും നിർബന്ധിക്കുന്നില്ല.
അപ്പം അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു കളയാണെങ്കിൽ തിരിഞ്ഞ ഭാഗത്തേക്ക് പോകാം. അള്ളാഹു പിടിച്ചു വെക്കൂല. അള്ളാഹുവിനെ അവലംബിക്കേണ്ടതിന് പകരം വേറെ പലതിനെ അവലംബിക്കുകയാണെങ്കിൽ അതൊക്കെ ആകാം. പക്ഷേ ഫഇന്നമ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. ഫഇന്നമ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് മാത്രമുള്ളൂ എന്നുള്ള അർത്ഥം കിട്ടാനാണ് അങ്ങനെ പറയാം. അപ്പോൾ ഫഇന്നമ അലാ റസൂലിന, അപ്പോൾ നമ്മുടെ റസൂലിൻ്റെ മേൽ ഉള്ളത് ഇത് മാത്രമാകുന്നു, ബാധ്യതയായിട്ടുള്ളത്. എന്ത്? അൽ ബലാഗ്, എത്തിക്കുക എന്നത്. ബല്ലഗ എന്ന് പറഞ്ഞാൽ എത്തിച്ചു. ബലാഗ് എത്തിക്കുക, ഈ സന്ദേശം എത്തിക്കുക. എങ്ങനെ എത്തിക്കണം? അൽ മുബീൻ, വ്യക്തമായ നിലക്ക്. അപ്പോൾ വ്യക്തമായ നിലക്ക് ഈ സന്ദേശം എത്തിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ നമ്മുടെ ദൂതനെ നാം ഏൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ തിരിഞ്ഞാലാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു ഉത്തരവാദിത്വവുമില്ല. അപ്പോൾ ഇത് അവരെ കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ് എന്ന്, അതായത് മനുഷ്യർ എന്നുള്ളവർക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ഒരാശ്വാസമാണ്. പ്രബോധനം ചെയ്യുന്ന സമൂഹം അത് ഏറ്റെടുക്കില്ല. അവരവരെ വഴിക്ക് പോകണമെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ റസൂലിനൊരു ഉത്തരവാദിത്വമില്ല. റസൂലിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇത് എത്തിക്കൽ മാത്രമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ശരിയായ നിലക്ക് നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടാവുന്നവനായി അവനല്ലാതെ ആരുമില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനുകൾ വരമേൽപ്പിക്കേണ്ടത് അലല്ലാഹ്, അള്ളാഹുവിലാകുന്നു. അള്ളാഹുവിൽ ഫല്യതവക്കൽ, വരമേൽപ്പിച്ചു കൊള്ളട്ടെ, അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. അള്ളാഹു ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവൻ്റെ കൽപ്പന പ്രകാരം, അവൻ കണക്കാക്കിയത് പ്രകാരമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവനാണ് സന്മാർഗത്തിൽ ചേർക്കുന്നവൻ, അവനാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, അവനെയാണ് അനുസരിക്കേണ്ടത്, അവൻ്റെ റസൂലിനെയാണ് അനുസരിക്കേണ്ടത്. അതെത്തിക്കുക എന്നുള്ള ബാധ്യത അള്ളാഹുവിൻ്റെ റസൂലിനെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലൊക്കെ അള്ളാഹു ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അവൻ മാത്രമാണ് ആയി ഇരിക്കാൻ അർഹതയുള്ളവൻ. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ അവരുടെ കാര്യങ്ങൾ അള്ളാഹുവിലാകുന്നു ഭരമേൽപ്പിക്കേണ്ടത്. വിശ്വസിക്കാൻ തയ്യാറില്ലാത്തവർ പലതിനെ അവലംബിക്കും, പലതിലും ഭരമേൽപ്പിക്കും. അതൊക്കെ അവരവരെ വഴിക്കതുമായിട്ട് പോകട്ടെ. പക്ഷെ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ മാത്രം അവരുടെ കാര്യങ്ങളെ ഭരമേൽപ്പിക്കണം. കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ് സംഭവിക്കുന്നത്, ഇനി സംഭവിക്കാനുള്ളത്. ഈ കാര്യമാണ് ഇപ്പോൾ ഈ ആയത്തുകൾ പറഞ്ഞ. അടുത്ത ആയത്തുകളിൽ വേറെ ചില വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ വിവരണത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.